കരിവേപ്പില കറിക്ക്. അതെ, ഞങ്ങളുടെ ഉണ്ണിയേശുവിനെ ഒരു പുൽക്കൂട്ടിലാണേ പ്രസവിച്ചത്. അതിന് അതൊരു ഡിസംബർ 25-നാണേ. അന്നത്തെ ദിവസമാണ് ഞങ്ങൾ ക്രിസ്ത്യാനികള് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അത് നാളെയാണ്. ഇന്ന് ഉച്ചയ്ക്ക് പുറപ്പെടാൻ പറ്റിയ രാത്രി ആവുമ്പോ എനിക്കങ്ങ് ചെല്ലാം. പാതിരാ കുർബാനയ്ക്ക് പള്ളിയിലും പോവാം. എങ്കിൽ കുഞ്ഞ് റെഡി ആയിക്കോ. കുഞ്ഞിനെ നാട്ടിലേക്ക് ബസ് കയറ്റി വിട്ടിട്ട് ഞാൻ പോയിക്കോളാം. അതിന് ഞാനെങ്ങും പോകുന്നില്ലല്ലോ. അയ്യോ, അതെങ്ങനെ? ഒറ്റയ്ക്ക് എഴുതിട്ട് കഴിയാനോ? അത് പറ്റത്തില്ല. ഒറ്റയ്ക്കല്ല, ചേർത്തി ഇവിടെ കാണും. കൂടെ ഉള്ളവരൊക്കെ പോയി. ആ കുഞ്ഞുമോളോടെ പോകാൻ നിന്നപ്പോ അതിനും വിട്ടില്ല. ഇതിപ്പോ എനിക്ക് ക്രിസ്മസിന് നാട്ടിൽ പോയാ പയ്യ ഉള്ളിന്. എന്നിട്ട് വെട്ടി നുറുക്കി കഷ്ണാക്കി ഫ്രൈ ചെയ്ത് സാപ്പിട്ടളയും. ക്രിസ്മസ് നമ്മൾ ഇവിടെ ആഘോഷിക്കും. നക്ഷത്രങ്ങളൊക്കെ കത്തിച്ച് പാട്ടൊക്കെ പാടി. മനസ്സിലായോ? മനസ്സിലായി. അകത്തുപോയി കറി ഉണ്ടാക്കി കിളവി. അയ്യോ സാറ്. ചേട്ടി ചേട്ടി, സാറിന്റെ താക്കോലിടല്ലേ? എങ്കിൽ വേഗം എടുത്തിട്ട് വാ. എപ്പോ കൊണ്ടുവരാ. അവിടെ ആരുമില്ല സാറേ. ചാവി ഇവിടെ ഉണ്ട്. എവിടെ പോയി? രണ്ടുപേരും കൂടെ തേക്കടി ടൂർ പോയിരിക്കാ. ചേട്ടത്തിക്ക് വെക്കേഷൻ ഒന്നുമില്ലേ? ഓ, അത് പറയാണെങ്കിൽ ഒത്തിരി പറയേണ്ടി വരും. അലമേല് നാട്ടിൽ പോകാനൊത്തില്ല. അവളുടെ തന്തപ്പടി ടൂറിലാണേ. എന്ത് ചെയ്യും? അതുകൊണ്ട് ചേർത്തിക്കും പോകാനൊത്തില്ല. അലമേലുവോ? അതാര്? അലമേലുവിനെ സാററിയും. നാട്ടിൽ എന്തൊക്കെയുണ്ട് സാർ വിശേഷങ്ങൾ? നാട്ടിലെ വിശേഷങ്ങൾ എന്ന് പറയാൻ, ഒരു കാക്ക കുളിച്ച് കൊക്കായി, ഒരു കുതിരയ്ക്ക് കൊമ്പ് മുളച്ചു, ഒരു കോഴിക്ക് മുല വന്നു, പിന്നെ കാക്കകളൊക്കെ മലർന്നു പറക്കാം. അയ്യോ, നിങ്ങളുടെ നാട്ടിൽ ഇപ്പഴാണ് കാക്ക മലർന്നോർക്കുന്നേ. ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ടേ ഉണ്ട്. ഇയാളുടെ നാട്ടിൽ എങ്ങനെയൊക്കെ നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇയാൾ ജനിച്ച നാടല്ലേ, ഇയാൾ തന്നെ വലിയൊരു അത്ഭുതമല്ലേ. ചേർത്തി, അബ്ദുള്ള മലയെടുത്ത് ചെന്നില്ലെങ്കിൽ മല അബ്ദുള്ളയെ തേടിച്ചെന്ന് കേട്ടിട്ടുണ്ടോ? ഏത് മല? ഏത് അബ്ദുള്ള? ഇന്ന് നമുക്ക് നല്ല സന്തോഷമുള്ള ദിവസം. എനിക്ക് സന്തോഷമൊന്നുമില്ല. എന്നാ എനിക്ക് നല്ല സന്തോഷമുണ്ട്. നമുക്ക് സാറിനെ ഒന്ന് ഞെട്ടിക്കണം. ഞെട്ടിക്കണോ? അതെ, സാറ് ഞെട്ടണം. ചേർത്ത് റെഡി ആയിക്കോ. ഞാൻ എപ്പോഴും റെഡിയല്ലേ. എന്താ അവിടെ? താറാവ്, പോത്ത്, പന്നി, ചെമ്മീൻ, കരിമീൻ, ചാള, കപ്പ, തീയല്, അവിയല്, സാമ്പാർ. രസം ഉണ്ടാക്കിയിട്ടില്ല. തലേ കൂടി ഒഴിക്കാൻ തോന്നിയാലോ? ഇവിടെ ഫുഡ് എക്സിബിഷൻ എല്ലാം നടക്കുന്നുണ്ടോ? സമാധാനത്തിന്റെ വെള്ളക്കൂടി വീശിരിക്കാണല്ലോ. ഇത് കാണിക്കുകയാണ്. ജയിച്ചാളിന്റെ കാൽക്കൽ തോറ്റാൽ സമർപ്പിക്കുന്നത്. മനസ്സിലായില്ല. ഇതൊക്കെ ഇങ്ങോട്ട് വലിച്ചു വാരിക്കൊണ്ടു എന്തിനാണോ ചോദിച്ചത്? അവിടെ വന്ന് കഴിക്കാൻ സാറിന് ബുദ്ധിമുട്ടാവൂന്നൊരു സംശയം തോന്നി. അത് ശരി. ഇതൊക്കെ എനിക്ക് കഴിക്കാനാണോ? ബാക്കിയൊന്നാ ഞാൻ കഴിച്ചോളാം. വേണമെന്നില്ല. രണ്ടുപേരും കൂടെ മുഴുവനും കഴിച്ചോണ്ടാ മതി. എടുത്തു. ചേട്ടി, അവിടെ ഡോർ നോക്കിയിട്ടില്ല. വല്ല കള്ളന്മാരും. അയ്യോ, ശരിയാ. പോകുന്നില്ലേ? സാറിന് വേണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം സാർ. ശരി, എടുത്തോളൂ. സംസാരിച്ച് നിൽക്കാൻ നേരമില്ല. ഒരുപാട് ജോലിയുണ്ട് തീർക്കാൻ. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ.